السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, ഫത്ഹുൽ മുഈൻ പാർട്ട് 147 ബാങ്കും ഇഖാമത്തും. വസുന്ന ഫീഹിമ അയൽ ഫിൽ അദാനി വൽ ഇഖാമത്തി. ബാങ്കിനും ഇഖാമത്തിനും സുന്നത്താക്കപ്പെടുന്നതാണ് ഖിയാമുൻ നിൽക്കൽ. വ അൻ യുഅദ്ദിന, ബാങ്ക് കൊടുക്കലും സുന്നത്താണ് അല മൗളിഇൻ ആലിൻ, ഉയർന്ന സ്ഥലത്തിന്റെ മേൽ ആയിക്കൊണ്ട്. ഇഖാമത്ത് അങ്ങനെ ഉയർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അവൽ സുന്നത്തില്ല. എന്നാൽ പള്ളി വലിയതാവുക പോലെ കാരണത്തിന് വേണ്ടി അങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇഖാമത്ത് കൊടുക്കൽ ആവശ്യമായി വന്നാൽ അപ്പോൾ സുന്നത്തുണ്ട് താനും. വലൗലം യകുൻ ലിൽ മസ്ജിദി മനാറത്തുൻ, ഇനി പള്ളിക്ക് മിനാരം ഇല്ലെങ്കിൽ സുന്ന ബിസത്ഹിഹി, അപ്പോൾ പള്ളിയുടെ തട്ടിൽ വെച്ചുകൊണ്ടാവൽ സുന്നത്താണ്. സുമ്മ ബിബാബിഹി, പിന്നെ പള്ളിയുടെ വാതിലിൽ വെച്ചുകൊണ്ടാവുക. പള്ളിക്ക് തട്ടുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പള്ളിയുടെ കവാടത്തിൽ വെച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കൽ സുന്നത്താണ്. വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ബാങ്കിലും ഇഖാമത്തിലും ഖിബ്ലയിലേക്ക് മുന്നിടലും സുന്നത്താണ്. വകുരിഹ തർക്കുഹു, ആ ഖിബ്ലയിലേക്ക് മുന്നിടലിനെ ഉപേക്ഷിക്കൽ കറാഹത്തുമാണ്. വതഹ്വീലു വജ്ഹിഹി, അവന്റെ മുഖത്തെ തെറ്റിക്കലും സുന്നത്താണ്. ലസ്വദിരി, നെഞ്ചിനെ അല്ല, മുഖത്തെ തെറ്റിക്കുക. ഫീഹിമ, ബാങ്കിലും ഇഖാമത്തിലും. യമീനൻ, വലതുഭാഗത്തേക്ക്. മറത്തൻ, ഒറ്റ പ്രാവശ്യം. ഫി ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അല സ്വലാത്തില്. ഫിൽ മറത്തനി, എന്തെന്ന് രണ്ടു വട്ടത്തിൽ. രണ്ട് ഹയ്യ അലയിലും ഒറ്റ വട്ടം വലതുഭാഗത്തേക്ക് മുഖത്തെ തിരിക്കുക, രണ്ട് ഹയ്യ അല സ്വലാത്തില്. എന്നിട്ട് സുമ്മ യറുദ്ദു വജ്ഹഹു ലിൽ ഖിബ്ലത്തി, അവന്റെ മുഖത്തെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തന്നെ മടക്കുകയും ചെയ്യുക. വശിമാലൻ മറത്തൻ, അപ്രകാരം ഒരു വട്ടം ഇടതുഭാഗത്തേക്കും മുഖത്തെ തിരിക്കുക. ഫി ഹയ്യ അലൽ ഫലാഹി, രണ്ട് ഹയ്യ അലൽ ഫലാഹില്. ഫിൽ മറത്തിന്, എന്തെന്ന് രണ്ടു വട്ടത്തിലും. സുമ്മ യറുദ്ദു വജ്ഹഹു ലിൽ ഖിബ്ലത്തി, പിന്നെ അവന്റെ മുഖത്തെ ഖിബ്ലയിലേക്ക് മടക്കുകയും ചെയ്യുക. അപ്പോ ഹയ്യ അല സ്വലാത്തി എന്ന് രണ്ടു വട്ടം പറയുന്നതിലാണ് ഒറ്റ വട്ടം വലതുഭാഗത്തേക്ക് മുഖത്തെ തെറ്റിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് ഐഫി മറത്തയിൽ ഹൈ അലത്തിൽ ഊല, ഒന്നാമത്തെ ഹൈ അല അഥവാ ഹയ്യ അല സ്വലാ, അതിന്റെ രണ്ടു വട്ടത്തിൽ വലതുഭാഗത്തേക്ക് മുന്നടിക്കണം എന്ന് പറഞ്ഞാൽ ഫയബ്ദഉ, അപ്പോൾ അവൻ ആരംഭിക്കണം. ഈ ഹയ്യ അല സ്വലാത്ത് എന്നുള്ളതിനെ ആരംഭിക്കണം മുസ്തഖ്ബിലൻ, ഖിബ്ലയിലേക്ക് മുന്നിട്ടവനായിട്ടാണ് അത് തുടങ്ങേണ്ടത്. എന്നിട്ട് വയുത്തിമ്മുഹുമാ മഅൻ, അത് രണ്ടിനെയും അവൻ പൂർത്തീകരിക്കണം. മഅൻ, ഒപ്പം. മുൽതഫിത്തൻ, തിരിഞ്ഞവനായിട്ട്. ഒന്നാമത്തെ ഹയ്യ അല സ്വലാത്ത് എന്ന് പറയുമ്പോൾ വലതുഭാഗത്തേക്ക് ഒരൽപ്പം, ഏകദേശം ഒരു പകുതി മുന്നിടുക, തിരിക്കുക. അവിടുന്ന് അങ്ങോട്ട് വീണ്ടും രണ്ടാമത്തെ ഹയ്യ അല സ്വലാഹ് എന്നുള്ളിടത്ത് പൂർത്തീകരിക്കുമ്പോൾ ആ പൂർണ്ണമായിട്ടും വലതുഭാഗത്തേക്ക് അങ്ങോട്ട് തിരിയുക. അങ്ങനെ തിരിഞ്ഞ് അതിനെ പൂർത്തീകരിച്ച് പിന്നെ അവന്റെ മുഖത്തെ ഇങ്ങോട്ട് മടക്കുക ഖിബ്ലയിലേക്ക്. അതുപോലെ ഹയ്യ അലൽ സുമ്മ വകദാ യസാറം, ഇപ്രകാരം ഇടതുഭാഗത്തേക്കും അവൻ തിരിയണം. ഫി മറത്തയിൽ ഹൈ അലത്തി സാനിയത്തി, രണ്ടാമത്തെ ഹൈ അലന്റെ രണ്ടു വട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഹയ്യ അലൽ ഫലാഹ് എന്ന്
ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ആരംഭിച്ച് അവൻ ഇടതുഭാഗത്തേക്ക് മുഖം തിരിക്കുക. തിരിച്ച് അല്പം തിരിച്ച ശേഷം ഒന്നാമത്തെ ഹയ്യ അലൽ ഫലാഹ് പൂർത്തീകരിക്കുക. അവിടുന്ന് അങ്ങോട്ട് രണ്ടാമത്തെ ഹയ്യ അലൽ ഫലാഹ് വീണ്ടും പൂർണ്ണമായിട്ടും ഇടതുഭാഗത്തേക്കുള്ള തിരിച്ചിൽ പൂർത്തീകരിക്കുന്നത് വരെ ചൊല്ലുക. അങ്ങനെ ആ ഇടതുഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും തിരിഞ്ഞ അവസ്ഥയിലായിട്ട് രണ്ടാമത്തെ ഹയ്യ അലൽ ഫലാഹിനെ അവസാനിപ്പിക്കുകയും പിന്നെ അവന്റെ മുഖത്തെ ഇങ്ങോട്ട് ഖിബിലയിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുക. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഹത്താ യുത്തിമ്മഹുമാ ഫിൽ ഇൽത്തിഫാത്തൈൻ, ആ രണ്ട് ഇൽത്തിഫാത്തിലായിട്ട് തന്നെ ആ രണ്ടിനെയും അവൻ പൂർത്തീകരിക്കണം എന്നാണ് ആ പറഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ളത് ഹയ്യ അലൽ സ്വലാഹ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഒരു വട്ടം ഹയ്യ അലൽ സ്വലാഹ് എന്ന് പറയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് വീണ്ടും പഴയതുപോലെ ഖിബിലയിലേക്ക് നേരെ മുഖമാക്കി രണ്ടാമത്തെ ഹയ്യ അലൽ സ്വലാത്ത് വീണ്ടും അങ്ങനെ തന്നെ വലതുഭാഗത്തേക്ക് തിരിയുന്ന ഒരു രീതി. അപ്രകാരം ഹയ്യ അലൽ ഫലാഹും തന്നെ ഒരു വട്ടം ഹയ്യ അലൽ ഫലാഹ് പറയുമ്പോഴേക്ക് ഇടതുഭാഗത്തേക്ക് പൂർണ്ണമായും തിരിഞ്ഞ് വീണ്ടും മുഖം പഴയതുപോലെയാക്കി പിന്നെ രണ്ടാമത്തെ ഹയ്യ അലൽ ഫലാഹ് വീണ്ടും ഇടതുഭാഗത്തേക്ക് പൂർണ്ണമായും തിരിയുന്ന ഒരു ശൈലിയാണ് പലപ്പോഴും പ്രയോഗിക്കാറുള്ളത്. അത് ശരിയല്ല, അങ്ങനെയല്ല വേണ്ടത്. വലതുഭാഗത്തേക്കുള്ള തിരിയൽ ആരംഭിക്കുമ്പോൾ ഹയ്യ അലൽ സ്വലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് അല്പം തിരിയുക. ഒന്നാമത്തെ ഹയ്യ അലൽ സ്വലാത്ത് ആ അല്പം തിരിഞ്ഞ് നിർത്തുക. അവിടുന്ന് അങ്ങോട്ട് രണ്ടാമത്തെ ഹയ്യ അലൽ സ്വലാത്ത് തുടങ്ങി പൂർണ്ണമായിട്ടും വലതുഭാഗത്തേക്കുള്ള തിരിച്ചിൽ പൂർത്തിയാക്കലോടുകൂടെ അതും അവസാനിപ്പിക്കുക. അങ്ങനെ അത് പൂർത്തിയായ ശേഷം മുഖത്തെ ഇങ്ങോട്ട് പഴയ സ്ഥാനത്തേക്ക് മടക്കുക. അപ്രകാരം ഹയ്യ അലൽ ഫലാഹിലും ചെയ്യുക. വലൗലി അദാനിൽ ഖുതുബത്തി, അത് ഖുതുബയുടെ ബാങ്കിന് വേണ്ടിയാണെങ്കിലും ശരി അത് സുന്നത്താണ്. ഔ ലിമൻ യുഅദ്ദിനു ലിനഫ്സിഹി, അതല്ലെങ്കിൽ സ്വന്തം നഫ്സിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്നവനാണെങ്കിലും ശരി അവനക്കും ഇങ്ങനെ ഈ പറയപ്പെട്ട രീതിയിൽ മുഖത്തെ തിരിക്കൽ സുന്നത്താണ്. എന്നാൽ വലാ യൽതഫിതു ഫി തസ്വീബി, തസ്വീബിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നതിൽ അവനക്ക് ഇങ്ങനെ തിരിയൽ സുന്നത്തില്ല. അലാ നിസാഇ ഫിഹി, ഇതിൽ ഭിന്നാഭിപ്രായമുണ്ട് തിരിയണോ തിരിയണ്ടേ എന്നുള്ള വിഷയത്തിൽ. തംബീഹുൻ, യുസന്നു സുന്നത്താക്കപ്പെടും റഫ്ഉ സൗത്തി ബിൽ അദാനി, ബാങ്ക് കൊണ്ട് ശബ്ദത്തെ ഉയർത്തൽ, ലി മുൻഫരിദിൻ തനിച്ച് നിസ്കരിക്കുന്നവനക്കും, ഫൗഖമാ യുസ്മിഉ നഫ്സഹു തന്റെ ശരീരത്തെ കേൾപ്പിക്കുന്ന ഒന്നിന്റെ മേലെയായിട്ട്. തന്റെ ശരീരത്തെ കേൾപ്പിക്കാൻ ആവശ്യമായ ശബ്ദം എത്രയാണോ അതിനേക്കാണ് ഉയർത്തൽ സുന്നത്തുണ്ട്. കാരണം അങ്ങനെ ശബ്ദമുയർത്തുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം അവനക്ക് ഖിയാമത്ത് നാളിൽ സാക്ഷി നിൽക്കും എന്ന ഹദീസ് വന്നിട്ടുണ്ട്. വലിമൻ യുഅദ്ദിനു ബി ജമാഅത്തിൻ, ജമാഅത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്നവനക്ക് സുന്നത്താണ് ഫൗഖ മാ യുസ്മിഉ വാഹിദൻ മിന്നും, അവരിൽ നിന്ന് ഒരാളെ കേൾപ്പിക്കുന്ന ശബ്ദത്തിന്റെ മേലെയായിട്ട് ശബ്ദമുയർത്തൽ. വഅൻ യുബാലിഗ കുല്ലും ഫീ ജഹിരിൻ ബി, ഈ എല്ലാ ഓരോരുത്തരും ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിലും അതിന് രണ്ടിന് ഒറ്റക്ക് നിസ്കരിക്കുന്നവർ തനിക്ക് വേണ്ടി സ്വന്തം നഫ്സിന് വേണ്ടി ബാങ്ക് കൊടുക്കുകയാണ്, ജമാഅത്തായി നിർവഹിക്കുന്നവർ ജമാഅത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുകയാണ്. ആരായാലും മുബാലഗത്ത് ചെയ്യൽ സുന്നത്താണ് ഫീ ജഹീരിൻ ബിഹി, ഈ ബാങ്ക് കൊണ്ട് ഉറക്കണയാക്കുന്നതിൽ. അപ്പോ അങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോ പരമാവധി ശബ്ദം ഉയർത്താൻ കഴിയുന്ന അത്രയും ഉയർത്തുക, അത് സുന്നത്താണ്. ലിൽ അംരി ബിഹി, അങ്ങനെ ഈ ശബ്ദത്തെ പരമാവധി ഉയർത്തൽ കൊണ്ട്
കൽപ്പന വന്നിട്ടുണ്ട്. വഖഫുഹു ബിഹി, ഈ ബാങ്ക് കൊണ്ട് ശബ്ദത്തെ താഴ്ത്തൽ സുന്നത്താണ്. ഫി മുസല്ലൻ, ഒരു നിസ്കാര സ്ഥലത്തിൽ വെച്ചുകൊണ്ട് അവൻ ബാങ്ക് വിളിക്കുമ്പോൾ. എങ്ങനെയുള്ള നിസ്കാര സ്ഥലമാണ്? ഉഖീമത്ത് ഫിഹി ജമാഅത്തുൻ, അവിടെ ജമാഅത്തിന് നിർത്തപ്പെട്ടിട്ടുണ്ട്, അവിടുത്തെ റാത്തിബത്തായ ജമാഅത്ത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം അവിടെ പിന്നെ നിർവഹിക്കുന്ന ജമാഅത്താണെങ്കിലും ഇനി ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ശബ്ദം താഴ്ത്തല് സുന്നത്തുണ്ട്. കാരണം ജനങ്ങളെ അത് പ്രയാസത്തിലാക്കുകയുള്ളൂ. അങ്ങനെ ശബ്ദമുയർത്തുമ്പോൾ ആളുകൾ വീണ്ടും അവിടെ ഒരുമിച്ച് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അത് അവർക്ക് പ്രയാസം സൃഷ്ടിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ ശബ്ദം താഴ്ത്തണം. വൻസറഫു, അങ്ങനെ ജമാഅത്ത് നിർവഹിക്കപ്പെട്ടവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവ പിരിഞ്ഞു പോയവർ വീണ്ടും തിരിച്ചു വരുന്ന ഒരു അവസ്ഥ വരാനിടയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശബ്ദം താഴ്ത്തണം എന്ന് പറയുന്നത്. തർത്തീലുഹു, ശബ്ദത്തെ കുറിച്ച സുന്നത്തുള്ളതുപോലെ തന്നെ ബാങ്കിന്റെ പദങ്ങളെ സാവധാനമാക്കലും ഓരോ പദങ്ങളെയും മുറിച്ച് മുറിച്ച് സാവധാനമാക്കലും സുന്നത്താണ്. അയത്തഅന്നി ഫീഹി ബിഅൻ യഅതിയ കലിമാതിഹി മുബയ്യനതൻ, ഓരോ കലിമത്തും കൃത്യമായി വ്യക്തമായി മനസ്സിലാവുന്ന വിധത്തിൽ മുറിച്ച് മുറിച്ച് പറയൽ അത് പ്രത്യേകം സുന്നത്താണ്. വൈദറാജുൽ ഇഖാമത്തി, ഇഖാമത്തിനെ ഉടരിപ്പിക്കലും വേഗത്തിലാക്കലും സുന്നത്തുണ്ട്. അങ്ങനെ രണ്ടുകൊണ്ടും കൽപ്പന വന്നിട്ടുണ്ട്. വതസ്കീനു റാഇ തക്ബീറത്തിൽ ഊല, ഒന്നാമത്തെ തക്ബീറത്തിന്റെ റാഇന് സുക്കൂൻ ചെയ്യലും സുന്നത്താണ്. ബാങ്ക് കൊടുക്കുമ്പോ അതുപോലെ തന്നെ ഫഇല്ലം യഫ്അൽ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഫൽ അഫ്സഹു അദ്ദമ്മു, അപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ളത് ദമ്മ് ചെയ്യലാണ്. സുക്കൂൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നല്ലത് ദമ്മ് ചെയ്യലാണ്. ആദ്യത്തെ തക്ബീറിന്റെ റായിന് സുക്കൂൻ ചെയ്യുക എന്ന് പറഞ്ഞിടത്ത് വമിസ്ലുഹ റാഉ തക്ബീറത്തി സാനിയത്തി, രണ്ടാമത്തെ തക്ബീറിന്റെ റാവും അങ്ങനെ തന്നെയാണ്. ബൽ ഔല എന്നു മാത്രമല്ല സുക്കൂൻ ചെയ്യലാണ് ഔല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തക്ബീറിന്റെ റായിന് സുക്കൂൻ ചെയ്യൽ സുന്നത്തുണ്ട്. ഇവിടെ ഔലവിയത്ത് കൊണ്ട് സുക്കൂൻ ചെയ്യൽ സുന്നത്താണ്. കാരണം ലിഅന്നഹു യുസന്നുൽ വഖഫു അലൈഹ, അതിന്റെ മേൽ വഖഫ് സുന്നത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി സുക്കൂൻ ചെയ്യുന്നില്ലെങ്കിൽ നല്ലത് ദമ്മ് ചെയ്യലാണ്. അപ്രകാരം ഫഇല്ലം യഫ്അൽ ളുമ്മ ഔ ഫുത്തിഹ, ദമ്മ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഫത്ത് ചെയ്യപ്പെടണം എന്ന് ഖുർദിയുടെ ഇബാറത്ത് നഖലായിട്ട് യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. 1:238. വഇദ്ഗാമു ദാരി മുഹമ്മദിൻ, മുഹമ്മദ് എന്നുള്ളതിന്റെ ദാലിനെ ഇദ്ഗാം ചെയ്യലും സുന്നത്താണ്. ഫി റാഇ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ റായിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അങ്ങനെ പറയണം. ലിഅന്ന തർക്കഹു, കാരണം ഈ ഇദ്ഗാമിനെ ഉപേക്ഷിക്കൽ മിനൽ ലഹനിൽ ഖഫിയ്യ്, അത് ഖഫിയായ പിഴവിൽപ്പെട്ടതാണ്, അവ്യക്തമായ പിഴവിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. വയംബഗി, അത്യാവശ്യമാണ്, അന്നുത്തുഖു ബിഹായി അസ്സലാഹ്, ഹയ്യ അലസ്സലാഹ് എന്നുള്ളിടത്തുള്ള ഹാ കൊണ്ട് മൊഴിയൽ അത്യാവശ്യമാണ്. രണ്ടു വട്ടം പറയുമ്പോഴും അതുപോലെ തന്നെ ഖദ് ഖാമത്തിസ് സ്വലാഹ് അവിടെങ്ങനെയും. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ആ ഹാ കൊണ്ട് പ്രത്യേകം മൊഴിയാൻ ശ്രദ്ധിക്കണം. അത് മൊഴിയൽ അത്യാവശ്യമാണ്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.